എനിക്കതുകൊണ്ട് അയ്യോ പറ്റുന്നില്ല. ഹായ് ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ബ്രൈഡൽ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. ഇതെൻ്റെ കല്യാണ സാരിയാണ്. അപ്പോൾ അത് തന്നെ എടുത്തുകൊണ്ട് അന്നത്തെ ലുക്ക് ഞാൻ ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാൻ വേണ്ടി. ഫസ്റ്റ് തന്നെ പറയാമല്ലോ, ഞാൻ പ്രൊഫഷണലായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പം മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസസ് കാനഡയുടെ സ്ട്രോബ് ക്രീമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. നമുക്ക് കുറച്ചെടുക്കാം. ഈ സ്ട്രോബ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്കിന്നിന് ഇത് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. ഒരു ഗ്ലോ ഉണ്ട് എന്തുമായാലും ഇത് യൂസ് ചെയ്യുമ്പോൾ. ഞാൻ ചില സമയങ്ങളിൽ ഇത് മാത്രം യൂസ് ചെയ്തിട്ട് പൗഡർ ഇട്ടുകൊണ്ട് പോകും. പക്ഷേ അത് എനിക്ക് അത്യാവശ്യം നല്ല ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ വന്നായിട്ട് തോന്നുന്നില്ല? ഇനി അടുത്ത ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മാഴ്സിൻ്റെ ഹൈ കവറേജ് ഫൗണ്ടേഷനാണ്. ഇത് എൻ്റെ ഷെയ്ഡിനെക്കാട്ടി ഒരു ഷെയ്ഡ് ലൈറ്റാണ്. പക്ഷേ എന്നിട്ട് ഞാൻ എന്തിനാ ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ സ്കിന്നിൽ പെട്ടെന്ന് ഓക്സിഡൈസ് ആവും. ഓക്സിഡൈസ് ആയി കഴിയുമ്പോൾ എൻ്റെ സ്കിന്നിനെക്കാട്ടി ഒന്നും കൂടെ താഴോട്ട് വരും. അപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് തോന്നും കുറച്ച് കഴിയുമ്പോൾ. ഞാൻ ഇങ്ങനൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പക്ഷേ എനിക്കിത് എൻ്റെ സ്കിന്നിൻ്റെ കളറായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ ഇച്ചിരി ഡള്ളായെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു ഭൂതത്തിൻ്റെ എഫക്റ്റ് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് ഓക്സിഡൈസ് ആകും എൻ്റെ സ്കിന്നുമായിട്ട്. എൻ്റെ ഐ ലുക്ക് ഒന്ന് ചെയ്യാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഐ ഷാഡോ പാലറ്റ് ഒരു പേഴ്സൺ അല്ല. ഞാനങ്ങനെ വലുതായിട്ട് ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യാറില്ല. ഇത് ഹണി തെള്ളി താഴെ ഇട്ട് പൊട്ടിച്ചതാണ്. ഇതിപ്പോൾ ഈ പരുവത്തിൽ ഇരിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഈ ഒരു ഷെയ്ഡാണ് ആദ്യം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഷെയ്ഡ് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൈ വെച്ച് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൈ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന എൻ്റെ ഈ ബ്രഷ് കാണുന്നില്ല. അവളത് തല്ലിയിട്ട് പൊട്ടിച്ച മാത്രമല്ല ബ്രഷ് പിന്നെ കാണാതെയായി. ഒരുമിച്ച് രണ്ട് കണ്ണോട് ഒരുമിച്ച് ചെയ്തു. അപ്പോൾ വ്യത്യാസം വരുത്തി. ഫസ്റ്റ് ഞാനൊരു പിങ്ക് ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ട് അപ്പം ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇന്ന് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ എന്നിട്ട് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു സ്പൂലി വരും, അത് ഒടിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഈരി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പം കോണ്ടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ട്. അക്വാ കളറിൻ്റെ ഒരു ഗ്രീൻ കളറിലെ ലെൻസാണ് വെച്ചേക്കുന്നത്, അക്വാ കളറിൻ്റെ. ഇനി നമുക്ക് ഐലാഷസ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതാ എൻ്റെ ടാസ്ക്. ഇതാണ് എൻ്റെ ഐലാഷസ് ഫുള്ള്. ഇതൊരു 3D ഐലാഷസ് ആണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. ഇത് ഞാൻ ഇതിനകത്ത് എവിടെയെങ്കിലും വീഡിയോയുടെ അവിടെ എവിടെയെങ്കിലായിട്ട് കൊടുക്കാം. ഇതൊരു നല്ലൊരു ഗ്ലൂ ആണ്, ഐലാഷസ് ഗ്ലൂ. ഇത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു ഗ്ലൂ ആണ്. നല്ല ലോങ് ലാസ്റ്റിങ്. അങ്ങനെ കണ്ണിൽ നിന്ന് ഇളകി പോയി അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരൊറ്റ ഇതേ ഉള്ളൂ, ബ്ലാക്ക് ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റും ചിലപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. ഗൈസ്, കാരണം ഞാൻ എപ്പോൾ വെച്ചാൽ ഈ ഗ്ലൂ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റാറുണ്ട്. എനിക്കതുകൊണ്ട് അയ്യോ പറ്റുന്നില്ല. ഫൈനലി ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇനി അടുത്തേം കൂടെ വെച്ചിട്ട് വരാം. ഓക്കെ, ഇത് നമ്മുടെ NYBയുടെ ഐലൈനറാണ്. ഇത് വെച്ച് ഞാൻ ഒരു കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കണ്ണോട് എഴുതാം. അപ്പം മെബിലിൻ്റെ കൊളോസിയൽ കാജലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കണ്ണിൻ്റെ മേളിലെല്ലാം ഐലൈനറെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാജൽ ഉപയോഗിച്ച് താഴെ ഒന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, കുറേ ദിവസം കൊണ്ട് ഈ ലുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ ക്ലൈമറ്റ് ശരിയാവാത്തതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഇല്ലായിരുന്നു. ഇന്നും ഞാൻ പിന്നെ ഫൈനലി ഞാനങ്ങ് ചെയ്യാൻ ഒരുങ്ങിയത്. ഇന്നിനിയിപ്പം പുറത്തു പോയി എനിക്ക് ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. നടക്കുമെന്തോന്ന് അറിയാൻ വയ്യ. അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ആയിട്ട് യൂസ് ചെയ്യുന്ന വിനയലിങ്കിൻ്റെ ഈ 145 ഷെയ്ഡ് വെച്ചാണ് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ഒരു പരുവം മേക്കപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബനാന പൗഡർ ഇട്ട് കൊടുക്കാം. അതെൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ബോക്സ് താഴെ പോയി. എൻ്റെ കയ്യിൽ ഒരുവിധ സാധനങ്ങളെല്ലാം താഴെ വീണ് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് തന്നെ ബനാന പൗഡർ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
കാരണം നമുക്ക് സെറ്റ് ആവേണ്ടടുത്തെല്ലാം ഒന്ന് ജസ്റ്റ് പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് നോസ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കാം. യൂസ് ചെയ്യുന്നതിൻ്റെ മേഡ് ഈസി തന്നെ യൂസ് ചെയ്യാൻ പോവാം നമ്മുടെ മെബിലിൻ്റെ. ഇത് മാർസിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പം ഞാനിതൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഫേസിലെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചത് ഫുള്ള് മുഖത്തൊന്ന് ഇതാക്കി കൊടുക്കട്ടെ. മുക്കൂത്തി ഇട്ട് കൊടുത്തിട്ട് ഇനി ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവാം. ഹെയർ സ്റ്റൈലായി എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. എനിക്ക് തിരുപ്പം വെക്കാനൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോറി, എനിക്ക് തെറ്റിപ്പോയി. ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജുവലേഴ്സ് എല്ലാം ഒന്ന് ഇട്ടിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. കടയിൽ നിന്ന് മേടിച്ച മാലയാണ്. ഇതൊരു സെറ്റായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ ഒരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് മാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാം. അപ്പം നമ്മൾ മാല രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ച മാല. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവാം. വിഗല്ല, തിരുപ്പം വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ വുഡിയാണോ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേണ്ട, എനിക്കില്ലാത്ത മുടി ഞാൻ കിളിപ്പിക്കാൻ പോവാം. ഇനി ഞാൻ തിരുപ്പം വെച്ച് കൊടുക്കാൻ പോകും. ഇപ്പം ഹെയർ സ്റ്റൈൽ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇയറിങ്സ് ഇട്ടിട്ടില്ല, അത് നമുക്ക് ലാസ്റ്റ് ഇടാം. ഓക്കെ, അപ്പം ഞാൻ തിരുപ്പം വെക്കാൻ പോവാണേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, എങ്കിലും ഒരു പരിവം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ മുടിയൊക്കെ അമ്മയും ഹണിയും എല്ലാവരോടും വന്നിട്ടാണ് പിന്നെ തന്നെ. കാരണം മുടി മാത്രം സെറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഇപ്പോഴും എനിക്ക് മുടി ഊരി പോകുന്ന ഒരു രീതി എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ 13 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കല്യാണ ലുക്ക് ഞാൻ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. ഇതിനകത്ത് നമ്മുടെ ഹണി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം എടുത്തോണ്ട് വരാനും എല്ലാത്തിനും ഹണി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പം നിങ്ങൾ പറയണം, അമ്മയാണ് എനിക്ക് മുടിയൊക്കെ പിന്നി കെട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. കാരണം മുടി ഭയങ്കര പാടായിരുന്നു. ഇത് മൊത്തം ജട പിടിച്ചിരിക്കുമായിരുന്നു. പൂവൊക്കെ വെച്ചിരുന്ന അമ്മയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ലുക്ക്. അപ്പോൾ 13 വർഷത്തിന് മുമ്പുള്ള എൻ്റെ കല്യാണ ലുക്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പറയണം ആ ലുക്കായിരുന്നു നല്ലത്. ഈ ലുക്ക് എന്തായാലും ആ ലുക്കായിരിക്കും. കാരണം അതൊരു മേക്കപ്പ് ചെയ്യുന്ന ഒരാൾ ഒരുക്കിയതല്ലേ. ഇതിപ്പം ഞാൻ തന്നെ ഒരുങ്ങിയതായതുകൊണ്ട് അത്ര പെർഫെക്ഷൻ ഒന്നും ആവത്തില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.